ഡോക്ടർ എനിക്കൊരു 3 വർഷം മുമ്പ് ഒരു ആംഗിൾ സ്പ്രെയിൻ്റെ ഒരു എപ്പിസോഡ് വന്നതാണ്. പക്ഷെ അത് സ്ലാബെല്ലാം ഇട്ട് കറക്റ്റ് ബ്രേസും കാര്യങ്ങളെല്ലാം ഇട്ട് പ്രോപ്പർ റെസ്റ്റ് ചെയ്ത് ഞാൻ പോയതാണ്. എന്തായാലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കഴിഞ്ഞ ഒരു 1 ഇയർ ആയിട്ട് ഞാൻ കുറച്ച് ആക്റ്റീവ് ആകാൻ തുടങ്ങി. ഇപ്പം ടെർഫിൽ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴും പോയിട്ട് വരുമ്പോൾ എനിക്ക് ആ സ്പ്രെയിൻ വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും പെയിൻ വരുവാണ്. പെയിനും വരുന്നുണ്ട്, പിന്നെ എനിക്കൊരു സ്റ്റെബിലിറ്റി ഇഷ്യൂ പോലെ തോന്നുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് എനിക്ക് വീണ്ടും ആ ഒരു എപ്പിസോഡ് വീണ്ടും വരുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. അത് എന്തുകൊണ്ട് ഇത് എനിക്കിപ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെ? ഇനീഷ്യലി വന്ന ഇഞ്ചുറി ഇല്ലേ, 3 വർഷം മുമ്പ് ഒരു ഇഞ്ചുറി വന്നു പറഞ്ഞില്ലേ, അതെ. ആങ്കിൾ സ്പ്രെയിൻ വന്ന് പ്രോബബ്ലി നിങ്ങളുടെ ലിഗമെന്റ്സിൽ നല്ല ഇഞ്ചുറി വന്നിട്ടുണ്ടാവും. അപ്പോൾ യെസ്, ദ ട്രീറ്റ്മെന്റ് വാസ് റൈറ്റ്. നിങ്ങളുടെ സ്ലാബ് ഇട്ട് ഇമ്മൊബിലൈസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ബ്രേസിലാണ് നിങ്ങൾ നടന്നത്, ഫൈൻ. ദാറ്റ് വാസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് യുവർ ട്രീറ്റ്മെന്റ്. അതിനുശേഷം യു ഷുഡ് ഹാവ് ഫിസിയോതെറാപ്പി ഫോളോ ആയിരുന്നു. യു ഷുഡ് ഹാവ് ഗോൺ ഇൻ ടു ഫിസിയോതെറാപ്പി. ഈ ലിഗമെന്റ്സിലൊക്കെ ഒരു പർട്ടിക്കുലർ ഒരു ഫങ്ഷൻ ഉണ്ട്. ലിഗമെന്റ്സ് നമ്മുടെ പ്രൊപ്യോസെപ്ഷൻ എന്ന് പറയും. നമ്മുടെ പർട്ടിക്കുലർ ജോയിന്റ് ഏത് പൊസിഷനിലേക്കാണ് ഇരിക്കുന്നേ, മുകളിലേക്കാണോ താഴേക്കാണോ ഇങ്ങോട്ടാണോ അറിയുന്നതെന്ന് ഒരു ഫങ്ഷനാലിറ്റി ലിഗമെന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. ഈ ഇഞ്ചുറി വന്ന സമയത്ത് ആ ഫങ്ഷനാലിറ്റി, ആ പ്രൊപ്യോസെപ്ഷൻ വരുന്ന അതൊരു ബ്രെയിൻ ഫങ്ഷനാണ്. ആ ഫങ്ഷന് ഇത് വന്നിട്ടുണ്ട്. സോ യു ഡോണ്ട് ആക്ച്വലി അത് മര്യാദയ്ക്ക് ഇത് ചെയ്യുന്നില്ല. ആ ഇഞ്ചുറി നമ്മൾ തിരിച്ച് അതിന് നിങ്ങൾ കണ്ടീഷനിങ് കൊടുക്കുകയോ ഫിസിയോതെറാപ്പി കൂടെ കണ്ടീഷനിങ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സോ ദ ഇഞ്ചുറി അന്ന് ഹീൽഡായി, പിന്നെ അതിന് സ്ട്രെയിൻ കൊടുക്കാത്തടത്തോളം അതൊരു മാനേജ്ഡ് ആയിട്ട് അങ്ങ് പോയി. വൺസ് യു സ്റ്റാർട്ടഡ് എക്സർട്ടിങ് ഫോഴ്സ് ഓൺ ദാറ്റ്, ദ ഇഞ്ചുറി സ്റ്റിൽ റിമെയിൻസ്. അതിനെ കണ്ടീഷൻ ചെയ്തില്ല, അതിനെ ടോൺ ചെയ്തില്ല, ലിഗമെന്റ്സിനെ ടോൺ ചെയ്തില്ല. യു ഷുഡ് ഹാവ് ഡൺ ഫിസിയോതെറാപ്പി, സ്പെസിഫിക് ആങ്കിൾ സ്ട്രെങ്തനിങ് എക്സസൈസസും ഇതൊക്കെ ഉണ്ട്. ഒരു ട്രെയിൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് വുഡ് ഹാവ് ഷോൺ യു എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് ആ സമയത്ത്, ആ ഇഞ്ചുറി നടന്ന സമയത്ത് തന്നെ ഫിസിയോതെറാപ്പിയും കൂടി ചെയ്തിരുന്നെങ്കിൽ അപ്പോഴേ നിങ്ങളുടെ കണ്ടീഷനിങ് ആയേനെ. അപ്പോൾ നിങ്ങളുടെ പ്രൊപ്യോസെപ്ഷൻ എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റിയും തിരിച്ച ലിഗമെന്റ് റിക്കവർ ചെയ്തേനെ. ആ റിക്കവറിയിൽ അതും കൂടി വന്നേനെ. ആൻഡ് യു വുഡ് ഹാവ് ഹാഡ് എ ബെറ്റർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് യുവർ. ഇപ്പോൾ ഒരു ലൈക്ക് ആ ഒരു ഫങ്ഷൻ പോയപ്പോഴത്തേക്ക് ബ്രെയിൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് അറിയുണ്ടാവില്ല. ഇപ്പോൾ എക്സേർട്ട് ചെയ്യുമ്പോഴത്തേക്ക്, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എഗെയിൻ ഓൾ ഇറ്റ് റെക്കഗ്നൈസസ് അവിടെ ലൂസ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇഞ്ചുറീസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ആ ടർഫിൽ ഇതൊക്കെ കളിക്കാൻ പോയി, പ്രത്യേകിച്ച് ടോണിങ് എക്സസൈസ് ചെയ്ത് കാണില്ല, പ്രീ വർക്കൗട്ട്സ് ചെയ്ത് കാണില്ല. ഈ അന്നത്തെ ഇഞ്ചുറി അപ്പോൾ തിരിച്ച് പ്രൊനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു റീസ്റ്റാർട്ട് യുവർ ഫിസിയോതെറാപ്പി. ഒന്നും കൂടി ഒന്ന് ഇത് ചെയ്യുക. കുറച്ച് ഫിസിയോതെറാപ്പി ട്രയൽസ് എടുത്ത് നോക്കുക. ആ ട്രയൽസിൽ കൂടെ ആർ യു ഏബിൾ ടു പ്ലേ കംഫർട്ടബിളി എന്നുള്ളത് നോക്കുക. ഇഫ് യു സ്റ്റിൽ നോട്ട് ബീങ് ഏബിൾ ടു പ്ലേ കംഫർട്ടബിളി വിത്ത് ദാറ്റ് ഫിസിയോതെറാപ്പി, യു നീഡ് ടു ഗെറ്റ് ഇറ്റ് ചെക്ക്ഡ്. അപ്പോൾ MRI എടുക്കണം, സ്കാൻ എടുക്കണം. അതെല്ലാം കൊണ്ട് മേ ബി യു വിൽ നീഡ് എ സർജിക്കൽ ഓപ്പറേഷൻ. ദാറ്റ് ഇസ് ദ എൻഡ് സ്റ്റേജ് സിനാറിയോ ആണ് ഞാൻ പറയുന്നത്. ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. ബട്ട് റൈറ്റ് നൗ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു നീഡ് ടു സ്റ്റാർട്ട് അപ്പ് യുവർ ഫിസിയോതെറാപ്പി. എക്സസൈസസ്, സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസസ് ചെയ്യാം. നല്ലൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ചെന്ന് അതിൻ്റെ എക്സസൈസുകളെല്ലാം എടുത്ത് ട്രെയിൻ ചെയ്ത് നല്ലപോലെ ടോൺ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് വൈ ഐ എം സെയിങ് ദിസ് ഇസ് ബിക്കോസ് പ്രീവിയസ് ഇഞ്ചുറി 3 വർഷം മുമ്പ് നടന്നു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട്, ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് 3-4 പ്രാവശ്യമായി. ഇനിയിപ്പം ഫിസിയോതെറാപ്പി മാത്രം വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗുഡ്, ബട്ട് വി കാൺ റിലൈ ഓൺ ദാറ്റ് അലോൺ. സോ ലെറ്റ്സ് ട്രൈ ദ ഫിസിയോതെറാപ്പി. അത് കഴിഞ്ഞിട്ട് വിൽ ലുക്ക് ഇൻ ടു സ്കാൻസ് വല്ലതും എടുത്ത് നോക്കി. ഇഫ് ഇറ്റ് ഇസ് നോട്ട് സബ്സൈഡിങ്, ഇഫ് ഇറ്റ്സ് ദ പ്രോബ്ലം സ്റ്റിൽ റിമെയിൻസ്, നമ്മൾ സ്കാനും ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഒരു സർജിക്കൽ ഓപ്ഷൻ നോക്കും. ആ സർജിക്കൽ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം വിൽ സ്റ്റിൽ ഗോ ബാക്ക് ടു ഫിസിയോതെറാപ്പി. We need to tone that muscle and muscles and ligaments again, properly tone ചെയ്യേണ്ടി വരും. സോ അഗെയിൻ ഫിസിയോതെറാപ്പിയാണ് ഇപ്പം നിങ്ങളുടെ ഓപ്ഷൻ. ഒരു ആങ്കിൾ സ്പ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി എ സിമ്പിൾ സ്പ്രെയിൻ, ഒരു നല്ലൊരു ലിഗമെന്റ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ലിഗമെന്റ് ഇഞ്ചുറിയും വന്നിട്ടുണ്ടാകും. ഏതാണെങ്കിലും മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് വെരി സിമ്പിൾ. ഒന്ന് റെസ്റ്റ് കൊടുക്കുക, ഒന്ന് ഐസ് പാക്സും ഇതൊക്കെ വെച്ച് കൊടുക്കുക, കുറച്ചൊന്ന് എലിവേറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് വിൽ ജസ്റ്റ് വർക്ക് ഔട്ട്. അതങ്ങനെ. ബട്ട് പ്രിഫറബിളി ആ സ്പ്രെയിൻ ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എക്സസൈസുകളും ചെയ്ത്, കുറച്ച് ടോണിങ് എക്സസൈസും കൂടി ഫിസിയോതെറാപ്പിയോ ഇതെല്ലാം കാണിച്ച്, ഈവൻ ഇഫ് ഇറ്റ്സ് എ ഷോർട്ട് സെഷൻ, ചെറിയ സെഷൻസ് ആണെങ്കിലും അത് ചെയ്ത് ഒന്ന് ടോൺ ചെയ്ത് തിരിച്ച് റിക്കവറി നിന്ന് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് റെസ്റ്റ് മാത്രം കൊടുക്കാതെ, റെസ്റ്റ് കൊടുക്കണം ഡെഫിനറ്റ്ലി, റെസ്റ്റ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എക്സസൈസും കൂടി ചെയ്ത് അതിനെ ഒന്നും കൂടി ഒന്ന് റീകണ്ടീഷൻ ചെയ്ത് ഒന്ന് ടോണും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബ്ലി ദിസ് ഇഞ്ചറി വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് അഗെയിൻ, ബിക്കോസ് യുവർ ആങ്കിൾ വുഡ് ഹാവ് ബീൻ strong by then.
തിരിച്ച് അതിൻ്റെ റിക്കവറീസും എല്ലാം വന്ന് അതിൻ്റെ പ്രൊപ്യൂസെപ്ഷനും എല്ലാം തിരിച്ച് വന്ന് ഇറ്റ് വുഡ് ബി സ്ട്രോങ്. സോ നെക്സ്റ്റ് ടൈം ഇഫ് എനി ഓഫ് യു ഹാവ് എ ankle sprain, don't just let it go with rest. Rest is always the first and the best treatment. But along with that, consult the orthopedician and try ഒരു physiotherapy sessions, short sessions ഒക്കെ എടുത്തിട്ട് try doing those exercises along with your normal exercises too. So you will get a stronger ankle. Thank you.